വിദ്യാഭ്യാസ ബോർഡിന്റെ പൈസ, ആരാന്റെ മക്കളെ കയ്യിൽ നിന്ന് പിഴിഞ്ഞെടുത്ത പൈസ, ആ പൈസ കൊണ്ടുപോയി അഡ്വക്കേറ്റ് നൂറുദ്ദീൻ എന്ന് പറയുന്ന ഈ പറയുന്ന വക്കീലിന് ഒന്നാം ഘട്ടം കൊടുത്തു 5 ലക്ഷം. ഒന്നാം ഘട്ടം കൊടുത്തു 5 ലക്ഷം. നേരത്തെ നമ്മൾ കേട്ടു 20ന്റെയും 25 ലക്ഷത്തിന്റെയും ഇടക്കുള്ള പൈസയാണ് നോളേജ് സിറ്റി എന്ന് പറയുന്ന വലിയ ഇതില് പോയി സ്റ്റേ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒന്നാം ഘട്ടം മുടക്കിയത്. അയാള് ശാഠ്യം പിടിച്ചാണ് നൂറുദ്ദീനെ കൊണ്ടുവരുന്നത്. നൂറുദ്ദീൻ ഈ കേസ് ഇത് കൊടുത്തില്ലെങ്കിൽ മറ്റേ കാര്യം വിളിച്ചു പറയും. അത് വിളിച്ചു പറയാതിരിക്കാൻ വേണ്ടിയാണ് അയാൾ ഈ പണിയൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അഡ്വക്കേറ്റ് നൂറുദ്ദീൻ എന്ന് പറയുന്ന മനുഷ്യൻ, അയാള് ദേശീയ ഹരിത ട്രിബ്യൂണലിൽ മദ്രാസിൽ ചെന്നുകൊണ്ട് അവിടെ അയാൾക്ക് വേറെ ഒരു വക്കീലിനെ കൂടി ഏർപ്പാടാക്കി ഭാഷ്യം ചാരി, അഡ്വക്കേറ്റ് ഭാഷ്യം ചാരി എന്ന് പറയുന്ന വക്കീലിനെ ഏർപ്പാടാക്കിയിട്ട് അയാൾ വഴി നോളേജ് സിറ്റിക്ക് സ്റ്റേ വാങ്ങുന്നത്. നോളേജ് സിറ്റിക്ക് സ്റ്റേ വാങ്ങാൻ വേണ്ടി പോയപ്പോ പറഞ്ഞ കുറച്ച് തമാശയുണ്ട്. പുതുപ്പാടിക്കാർ കേൾക്കണം. ഇത് എപിക്കാര് മാത്രം കേൾക്കേണ്ട കാര്യമല്ല, SYS മാത്രം അറിയേണ്ട കാര്യമല്ല, പുതുപ്പാടിക്കാര് കേൾക്കണം. അവര് പറഞ്ഞു, ഈ പറയുന്ന പ്രദേശം പുതുപ്പാടിയും കോടഞ്ചേരി പഞ്ചായത്തും പരിസരങ്ങളും, ആ പരിസര പ്രദേശം വന്യമൃഗ സങ്കേതമാണ്. ഇത് വന്യമൃഗ സങ്കേതമാണ്. അത് 1972 വന്യജീവി ആക്ട് അനുസരിച്ചുകൊണ്ട് വയനാട്ടിലെ വന്യജീവി ആ സങ്കേതത്തിലേക്ക് കൂട്ടിച്ചേർക്കണം. ഇത് അതീവ ലോല പ്രദേശമാണ്. ഇവിടെ ജൈവ വൈവിധ്യങ്ങളും ബാക്കിയുള്ള മണ്ണാങ്കട്ടയുമുണ്ട്. ഇവിടെ തീറ്റപ്പുലിയടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട മൃഗങ്ങളുണ്ട്. തീറ്റപ്പുലിയെ കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഇന്ത്യയിൽ ആരും കണ്ടിട്ടില്ല. ഇവര് പോയിട്ട് മദ്രാസിലെ ട്രിബ്യൂണൽ ചെന്നിട്ട് പറഞ്ഞു, തീറ്റപ്പുലി അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ജീവികളെ വിഹരിക്കുന്ന കേന്ദ്രമാണ് കോടഞ്ചേരി പുതുപ്പാടി ഗ്രാമപ്രദേശം. ആ പ്രദേശത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം വന്നാൽ പിന്നെ തീറ്റപ്പുലിക്ക് ജീവിക്കാൻ കഴിയില്ല, തീറ്റപ്പുലിക്ക് ജീവിക്കാൻ കഴിയില്ല. ഇതൊക്കെ പറഞ്ഞിട്ടും ട്രിബ്യൂണൽ സ്റ്റേ കൊടുത്തില്ല. അവസാനം ഭാഷ്യം ചാരി ഒരു മഹാകള്ളത്തരം പറഞ്ഞു. ഇതിനും അപ്പുറത്തൊരു വെടി പറഞ്ഞു. അയാൾ പറഞ്ഞു, നിങ്ങൾ ഈ കേസ് ഈ ഒരു സ്ഥാപനത്തിന് സ്റ്റേ കൊടുക്കുന്നില്ലെങ്കിൽ 1000കണക്കിന് വർഷം പഴക്കമുള്ള മരങ്ങൾ പിഴുതുമാറ്റിയിട്ട് ഭൂമി കിളച്ചു മറിച്ചുകൊണ്ടിരിക്കുകയാണ്. നോളേജ് സിറ്റി വരുന്ന സ്ഥലത്ത് 1000കണക്കിന് വർഷം പഴക്കമുള്ള മരങ്ങളുണ്ടത്രേ. ആ മരങ്ങൾ AP ഉസ്താദ് മുറിച്ചു മാറ്റിയിട്ട് ഭൂമിയാകെ ഇങ്ങനെ പിടിച്ചിട്ട് കിളച്ചു മറിച്ചുകൊണ്ടിരിക്കുകയാണ്. നാടില്ലാതെ പോകും, നാടില്ലാതെ പോകും. പക്ഷിമഘട്ടത്തിലെ വനം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സ്റ്റേ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ സ്റ്റേ അന്ന് അവിടെ അനുവദിച്ചു കൊടുക്കുകയാണ്, താൽക്കാലിക സ്റ്റേ കൊടുക്കുകയാണ്. ആ കാര്യങ്ങളാണ് ഇയാൾ അവിടെ വെച്ചുകൊണ്ട് പറയുന്നത്. ഞാൻ ദീർഘിപ്പിച്ചു പറയുന്നില്ല. ഈ കാണുന്ന രൂപത്തിൽ മഹാകള്ളത്തരം. ചോദിക്കട്ടെ സമസ്തക്കാരാ, ഈ കളവ് പറയാൻ പറ്റുന്ന കളവാണോ പറയാൻ പറ്റാത്ത കളവാണോ? നിങ്ങളുടെ ബുക്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഒടുങ്ങാക്കാട്ട് ബ്രാഞ്ച് മദ്രസയാവട്ടെ കേന്ദ്ര മദ്രസയാവട്ടെ അവിടെ മക്കളെ പഠിപ്പിക്കുന്നില്ലേ കളവ് പറയാൻ പാടില്ല എന്ന്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ബാനർ ഞങ്ങൾക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് മദ്രാസിലെ ട്രിബ്യൂണലിലാവട്ടെ പൊതുസമൂഹത്തിന്റെ മുമ്പിലാവട്ടെ നിങ്ങളുടെ വാറോലയിലാവട്ടെ കളവ് എഴുതുകയും പറയുകയും ചെയ്യാൻ ഏത് ദീനാണ് നിങ്ങൾക്ക് അനുവാദം തന്നത്? ഏത് പ്രസ്ഥാനമാണ് അനുവാദം തന്നത്? കള്ളത്തരം പറയുന്നതിന്റെ പേരാണോ വട്ടത്തടി എന്ന്? കള്ളത്തരം പറയാൻ പൈസ കൊടുക്കുന്നതിന്റെ പേരാണോ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡെന്ന്? നിങ്ങൾ എവിടെയാണ് നിങ്ങൾ ദീൻ പഠിച്ചത്? എവിടുന്നാ പഠിച്ചത്? ആരാ പഠിപ്പിച്ചത്? കോട്ടുമല ഉസ്താദിന്റെ പേര് മോനെ നശിപ്പിക്കരുത്. അതൊരു സാത്വികനായ ആലിമായിരുന്നു. ആ ഉസ്താദിന്റെ പേര് കളഞ്ഞ് മഹാകള്ളത്തരം പുതുപ്പാടിക്കാരോട് ചോദിക്കാണ്, നിങ്ങളവിടെ ഈറ്റപ്പുലി പോയിട്ട് വേറെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട പുലിനെ കണ്ടിട്ടുണ്ടോ?
പുലി ഉണ്ടായിരുന്നു അത്രേ നമ്മുടെ പുതുപ്പാടിയിലും കോടഞ്ചേരിയിലും. 1000 വർഷം പഴക്കമുള്ള മരങ്ങളുണ്ടായിരുന്നു. ഞാനവിടെ പോയപ്പോ കണ്ടിട്ടുണ്ട്. കോയപ്പത്തൊടിയുടെ എസ്റ്റേറ്റ് കഴിഞ്ഞ 50 കൊല്ലക്കാലമായി ഈ നാട്ടുകാർക്ക് ആ പ്രദേശത്ത് അറിയുന്ന ഒരൊറ്റ സംഭവമേ ഉള്ളൂ: റബ്ബർ മരങ്ങൾ. അതിന്റെ അതിരിലും പരിസരത്തും മഹാഗണി. വേറെ രണ്ടാമത്തെ ഒരു സാധനം ചിലപ്പോൾ ഉണ്ടാകില്ല. AP ഉസ്താദ് വാങ്ങിയ സമയത്ത് പ്രമാദമായ ഈ മണ്ണിൽ പൈനാപ്പിൾ ചെടി മാത്രം. കൈതച്ചക്കയുണ്ടാകുന്ന കൈതക്കപ്പുറത്ത് വേറെ ഒന്നുമില്ലാത്ത ആ പ്രദേശത്തെ കുറിച്ചാണ് പറയുന്നത്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള മരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിഴുതു മാറ്റിയാണ്. ഇപ്പൊ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരവിടെ ചെന്ന് വാദിച്ച് വാങ്ങുന്നത്. സമസ്തക്കാരോട് ഒരു കാര്യം ചോദിക്കുകയാണ്: നിങ്ങൾ കളിക്കാൻ പോണത് ആരോടാണെന്ന് ആദ്യം ശ്രദ്ധിച്ചില്ലായിരുന്നോ? നിങ്ങൾക്ക് വേറെ ഒരു വക്കീലിനെയും കിട്ടിയില്ലേ? തലയിൽ ലേശമെങ്കിലും എന്തെങ്കിലുള്ളൊരു വക്കീലിനെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? കാന്തപുരം ഉസ്താദിനെ നിങ്ങൾക്കറിയില്ലേ? കാന്തപുരം ഉസ്താദിനെ ചേകന്നൂർ കേസുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒടുക്കാൻ വേണ്ടി ശ്രമിച്ച സമയം കാന്തപുരം ഉസ്താദിന് വേണ്ടി കോടതിയിൽ ഹാജരായത് അഡ്വക്കേറ്റ് ഹരീഷ് സാൽവെ ആയിരുന്നു. ഇന്ത്യയിലെ അറിയപ്പെട്ട അഡ്വക്കേറ്റുമാരിൽ ഒരാൾ. കാന്തപുരം ഉസ്താദ് കളിക്കൽ അങ്ങനെയാണ്. കളിക്കുന്നുവെങ്കിൽ കളിക്കൽ അങ്ങനെയാണ്. ഏറ്റവും നല്ല വക്കീൽ അഡ്വക്കേറ്റ് ഹരീഷ് സാൽവയെ, കെ ദാമോദരനെ പോലെയുള്ള വക്കീലന്മാർ അവരെ വെച്ചുകൊണ്ട് കളിക്കുന്ന കാന്തപുരം ഉസ്താദിനെതിരെ നിങ്ങൾ ഇന്നുവരെ കേസ് ജയിച്ചിട്ടില്ലാത്ത അഡ്വക്കേറ്റ് നൂറുദ്ദീനെ മുന്നിൽ വെച്ചുകൊണ്ട് ഓലപ്പാമ്പിറക്കി. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. പ്രിയപ്പെട്ട സഹോദരന്മാർ, നോളജ് സിറ്റി അവിടെ വന്നാൽ പുതുപ്പാടി പഞ്ചായത്തിൽ വികസനം ഉണ്ടാകില്ലേ? കോടഞ്ചേരി പഞ്ചായത്തിൽ വികസനം ഉണ്ടാവില്ലേ? നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അതുകൊണ്ട് പുരോഗതി ഉണ്ടാവില്ലേ? ഈ നാട്ടിലൂടെ ഓടുന്ന ബസ്സിന് ആളുകൾ കൂടൂലേ? അവിടേക്ക് ആളുകൾ പ്രഖ്യാപിച്ചതിന് ശേഷം തന്നെ എത്രമാത്രം ആളുകൾ കാണാൻ വേണ്ടി വന്നു. ബസ്സിൽ ആളുണ്ടാകില്ലേ? ബസ്സിൽ ജനങ്ങൾ കയറൂലേ? ആ കാര്യമെങ്കിലും കോട്ടുമല മൂല്യർക്ക് അത് നന്നായിട്ട് അറിയുമല്ലോ. ബസ്സിൽ ആള് കയറി എന്താ ഗുണമെന്ന് മൂപ്പർക്ക് നന്നായിട്ട് അറിയുമല്ലോ. പണ്ട് പട്ടിക്കാട് പഠിക്കുന്ന കാലത്ത് ഷെയറുള്ള ബസ്സിൽ ചെക്കറായിട്ട് കുറെ കാലം ജോലി ചെയ്തിട്ടില്ലേ? പണ്ട് പട്ടിക്കാട് പഠിക്കുന്ന കാലത്ത് മലപ്പുറത്ത് കൂടി ഓടിയ തനിക്ക് ഷെയറുള്ള ബസ്സില് കുറെ കാലം ചെക്കറായിട്ട്, മലപ്പുറത്തുകാർ ചെക്കർ എന്നാ പറയാ, ഡോറടക്കുന്നയാള്, ആ രൂപത്തില് അധ്വാനിച്ചയാള്, പ്രവർത്തിച്ചയാള് ബസ്സിലാണത്. നിങ്ങൾക്ക് സമസ്തയുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? സമസ്ത പറഞ്ഞത് വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടാക്കാൻ. ഈ ചങ്ങാതിമാർ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ പോവുക. 4 കക്ഷികളാണ്, 4 ആളുകളാ ഇതിലെ പ്രധാനികൾ. ഒന്ന് ഞാൻ ഈ പറയുന്ന വെളുത്ത താടിയുള്ള മനുഷ്യൻ. രണ്ടാമത്തെ വേറെ ഒരാളുണ്ട്, താടിയിൽ മൊയിലാഞ്ചിയിട്ട് അങ്ങനെ നടക്കുന്ന നമ്മുടെ ഉരുളങ്കല്ലുള്ള റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ചാൽ ആ രൂപത്തിൽ വർത്താനം പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ആ കിടന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടയ്ക്ക് താടിയിൽ മൊയിലാഞ്ചി ഇടും, ഇടയ്ക്ക് ഗൾഫ് പോയാൽ പാന്റ് എടുക്കും. അങ്ങനെ നടക്കുന്ന വേറെ ഒരാളുണ്ട്. അയാളുടെ പേര് പോലും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. അമ്പലക്കടവ്. അയാളുടെ പേര് പോലും ഇസ്ലാമുമായിട്ട് ബന്ധമില്ല. അങ്ങനെയുള്ള മനുഷ്യൻ അയാളാ രണ്ടാമത്തെ ആൾ. ഇതിനു വേണ്ടിയിട്ട് നോളജ് സിറ്റിയാകുന്ന വലിയ വിദ്യാഭ്യാസ സമുച്ചയം നാടിന്റെ പുരോഗതിക്ക് ആവശ്യമായ രൂപത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ, മറ്റു മന്ത്രിമാർ പറഞ്ഞ, നാട് മുഴുവനും ആഘോഷിച്ച പരിപാടിക്കെതിരെ വന്ന രണ്ടാമത്തെ മഹാകള്ളൻ ഇയാളാ, അമ്പലക്കടവ് അബ്ദുൽ ഹമീദ്. മൂന്നാമത്തെ ഒരാളുണ്ട്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് തോട്ടുമുക്കത്തുകാരൻ. ആ തോട്ടുമുക്കത്തുകാരനാണ് നൂറുദ്ദീൻ വക്കീലിന് സെക്യൂരിറ്റി സ്റ്റാഫിനെ വെച്ചു കൊടുത്തത്.
പിന്നെ ചേകനൂരിനെ തട്ടിയ പോലെ ഇങ്ങളെ തട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് എന്ത് ചെയ്തു, വക്കീലിനെ വെച്ചു കൊടുത്തു. നൂറുദ്ദീൻ മുസ്ലിയാരോട് പറയട്ടെ, ചേകനൂരിനെ തട്ടിയതുപോലെ തട്ടും എന്ന് അവര് പറഞ്ഞെങ്കിലും ലക്ഷ്യം അതല്ല. നിങ്ങളെ വിശ്വാസമില്ലാത്തത് കൊണ്ടാ സമസ്തക്കാര് കൂടെ ഒരു സെക്യൂരിറ്റി സ്റ്റാഫിനെ വെച്ചത്. നിങ്ങൾ എങ്ങോട്ടാ പോണത്? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ AP ഉസ്താദിന്റെ അടുത്ത് വന്ന് വേറെ കാശ് വാങ്ങുമോ? കേസ് തോൽക്കാൻ വേറെ വല്ലതും പണി ചെയ്യുമോ? നിങ്ങളെ വിശ്വാസമില്ലാത്തതിന്റെ പേരിൽ 5 ലക്ഷം രൂപയും സെക്യൂരിറ്റി സ്റ്റാഫിനെയും വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഉപദേശം നൽകിയ മനുഷ്യനാണ് തോട്ടുമുക്കത്തുകാരൻ. തോട്ടുമുക്കത്തുകാരൻ ഇസ്മായിൽ. 4ാമത്തെ ഒരാളുണ്ട്, അയാൾ ഓമശ്ശേരിക്കാരൻ വാദ്യാർ, മുണ്ടുപാറക്കാരൻ. മുണ്ടുപാറക്കാരനാണ് ചെന്നൈയിൽ പോകുന്നയാൾ. അയാളാണ് കോഴിക്കോട്ടെ ഓഫീസിലും വടകര വീട്ടിലുമൊക്കെ ചെന്ന്, പയ്യോളിയിലെ വീട്ടിലുമൊക്കെ ചെന്ന് കാര്യങ്ങൾക്ക് വേണ്ട രൂപത്തിൽ വിഷയങ്ങൾ ചെയ്യുന്നതും പത്രത്തിൽ എഴുതേണ്ട റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ അതിന്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതും ഈ മുണ്ടുപാറക്കാരനാണ്. ഇവരടങ്ങുന്ന കറക്കു കമ്പനിയാണ് സമസ്തക്കാര്. സമസ്തക്കാരാ നോളജ് സിറ്റിക്കെതിരെ നടക്കുന്നത്. ചോദിക്കട്ടെ, ഇത് സമസ്തന്റെ പാരമ്പര്യ? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ ഈ കാണുന്ന രൂപത്തിൽ അള്ളാഹ് സഹായിച്ച് ഇവർ 17 എതിർകക്ഷികൾക്കെതിരെയാണ് കേസ് കൊടുത്തത്. 17ൽ 11 ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്. 17ൽ 11 ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതാണ്. 17ൽ 11 ഗവൺമെന്റുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞങ്ങളെ പണി വളരെ എളുപ്പമായി. 12ാമത്തെ ആള് AP ഉസ്താദ്, 13ാമത്തെ ആള് കാലിക്കറ്റ് ലാൻഡ്മാർക്ക്, ശേഷം 4 ലാൻഡ് ഓണേഴ്സും. ഈ 17 ആളുകൾക്കെതിരെ കേസ് കൊടുത്തു. കേസ് കൊടുത്തതിന്റെ തക്ക ശിക്ഷ ഇനി വരാനിരിക്കുന്നു. കണ്ണിയത്ത് ഉസ്താദിന്റെ പഴയ പ്രാർത്ഥന, ആ ദുആഇന്റെ മുഖം കെടാൻ, ആ ദുആഇന്റെ ശരിയായ മറ്റൊരു രൂപം മദ്രാസിൽ നിന്ന് വരും ദിവസങ്ങളിൽ നമ്മൾ കേൾക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. തീർച്ച കേൾക്കും. അവിടെ വെച്ചുകൊണ്ട് പ്രഗൽഭനായ ഉമ്മൻ വി ഉമ്മൻ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താ ഉമ്മൻ വി ഉമ്മൻ ചോദിച്ചതെന്നറിയുമോ? അദ്ദേഹം ചോദിച്ചു, ഈ പറയുന്ന ആളുകളോട് ഉമ്മൻ വി ഉമ്മൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഈ പറയുന്നത് ഇവരുടെ വാദം സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. എന്റെ ശേഷം പ്രസംഗിക്കേണ്ട നമ്മുടെ മുഖ്യപ്രഭാഷകൻ ബഹുമാനപ്പെട്ട സിദ്ദീഖ് സഖാഫി ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഉമ്മൻ വി ഉമ്മനെ നമുക്കറിയാം. കസ്തൂരി രംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ മലമ്പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രയാസകരമായി മാറിയ സമയം നാട്ടിന്റെ അവസ്ഥ പഠിക്കാൻ വേണ്ടി കേരള സർക്കാർ നിയോഗിച്ച പ്രഗത്ഭനായ പണ്ഡിതനാണ് ഉമ്മൻ വി ഉമ്മൻ. അദ്ദേഹം നാട്ടിൽ വന്നു. കാടേതെന്ന് തിരിച്ചു, നാടേതെന്ന് തിരിച്ചു, ലോല പ്രദേശം ഏതെന്ന് കണ്ടു, അതിലോല പ്രദേശം ഏതെന്ന് കണ്ടു. നാട്ടിലെ ജനങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധ്വാനിച്ച വലിയ മനുഷ്യനാണ് ഉമ്മൻ വി ഉമ്മൻ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ. ഉമ്മൻ വി ഉമ്മൻ അന്ന് കോടതിയിൽ കൊടുത്തൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇവരീ പറയുന്ന വാദം സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല. സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല ഇവര് പറഞ്ഞ വാദമെന്ന് ട്രിബ്യൂണലിന്റെ മുമ്പാകെ അവതരിപ്പിച്ചത് ഉമ്മൻ വി ഉമ്മനാണ്. പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, അവർക്ക് എക്സംപ്ലറി പെനാൽറ്റി കൊടുക്കണം, കടുത്ത ശിക്ഷ കൊടുക്കണം. ഉമ്മൻ വി ഉമ്മൻ എന്ന് പറയുന്ന ക്രൈസ്തവ പണ്ഡിതനും ക്രൈസ്തവനായ വലിയ മനുഷ്യനാ പറയുന്നത് ഇവർക്ക് എക്സംപ്ലറി പെനാൽറ്റി കൊടുക്കണമെന്ന്. കിട്ടുന്നതൊക്കെ വാങ്ങി വെച്ചോളേണ്ടി, നല്ല പോലെ വാങ്ങി വെച്ചോളേണ്ടി. ഞങ്ങൾ ദ്വാരുന്ന് തരുന്നുണ്ട് എല്ലാം. ഞങ്ങൾ കണ്ണിയത്ത് ഉസ്താദ് പണ്ട് ദ്വാ ചെയ്ത വകയില് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അദ്ദേഹമാണ് ചെയർമാൻ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ. ആ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട ഉമ്മൻ വി ഉമ്മൻ. അദ്ദേഹമാ പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യമല്ല ഇവരിവിടെ ഈ പറഞ്ഞത്. ഒരു കാര്യം കൂടി നമ്മൾ അറിയണം, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്ന് അവര് പറഞ്ഞപ്പോ
കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കറ്റ് കോടഞ്ചേരി പഞ്ചായത്ത് കൊടുത്തൊരു അഫിഡവിറ്റ് ഉണ്ട്. ആ അഫിഡവിറ്റിൽ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പറയുന്ന കാര്യം എന്താണെന്നറിയോ? ഞങ്ങളുടെ ഈ പ്രദേശം സാധാരണക്കാരായ മനുഷ്യർ താമസിക്കുന്ന സാധാരണ ഒരു കുടിയേറ്റ പ്രദേശമാണ്, കർഷകർ താമസിക്കുന്ന പ്രദേശമാണ്, കൂലി തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശമാണ്. ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ഈ നോളജ് സിറ്റി എന്ന് പറയുന്ന സ്ഥാപനം വരുന്ന കാര്യത്തിൽ ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. ആ സ്ഥാപനം ഇവിടെ വന്നാൽ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പറയുന്നു, നികുതി ഇനത്തിൽ മാത്രം ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് കോടിക്കണക്കിന് രൂപ കിട്ടും. മർക്കസിന്റെ നോളേജ് സിറ്റി വന്നാൽ കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തിലേക്ക് നികുതി ഇനത്തിൽ മാത്രം കോടിക്കണക്കിന് രൂപ കിട്ടും. അത്ര വലിയൊരു പദ്ധതിയാണ് ഇവിടെ വരാനിരിക്കുന്നത്. ആ പദ്ധതി നാട്ടിൽ വരേണ്ടതുണ്ട്. അതിനെ മുടക്കുന്നതിന് ഞങ്ങൾ അനുകൂലമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ കോടതിയിൽ വേണ്ട രേഖകൾ അവർ സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പറഞ്ഞതാ. വേറെ ഒരാളുണ്ടായിരുന്നു, അഡ്വക്കറ്റ് BG ഭാസ്കർ. ലാൻഡ്മാർക്കിന് വേണ്ടി ഹാജരായ വക്കീലാണ് അഡ്വക്കറ്റ് BG ഭാസ്കർ. BG ഭാസ്കർ പറഞ്ഞു, ഞാൻ ഒരുപാട് മനുഷ്യരെ കണ്ടിട്ടുണ്ട്, കേരളത്തിൽ ഒരുപാട് ജനവിഭാഗത്തെ കണ്ടിട്ടുണ്ട്. അയാൾ പറഞ്ഞു, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ ഗ്രൂപ്പിസമുണ്ട്, ബാവ കക്ഷിയുണ്ട്, മെത്രാൻ കക്ഷിയുണ്ട്. ബാവ കക്ഷിയും മെത്രാൻ കക്ഷിയും അവര് ഇടവകകൾക്ക് വേണ്ടി, രൂപതകൾക്ക് വേണ്ടി, മറ്റു സ്വത്തുകൾക്ക് വേണ്ടി അവര് പരസ്പരം തർക്കത്തിലും കേസിലുമൊക്കെയാണ്. എന്നാൽ ഞാൻ ഇന്നുവരെ കേരളത്തിലെ മെത്രാൻ കക്ഷിയാവട്ടെ, ബാവ കക്ഷിയാവട്ടെ, കേരളത്തിലെ ക്രൈസ്തവരിൽ വേറെ ഏതെങ്കിലും വിഭാഗമാവട്ടെ, അവര് വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഒടക്കുവെക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഹൈന്ദവ സമൂഹത്തിന് ഗ്രൂപ്പിസമുണ്ട്, അല്ലെങ്കിൽ വിഭാഗീയതയുണ്ട്. ഒരു വിഭാഗവും മറ്റൊരു വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിനെതിരെ നീങ്ങാറില്ല. ഈ കാണുന്ന അസൂയ മൂത്ത ആളുകൾ ചെയ്യുന്നത് പോലെ മറ്റൊരു ജനവിഭാഗവും ചെയ്യാറില്ല എന്ന് പറയുന്നത് അഡ്വക്കറ്റ് BG ഭാസ്കറാണ്. ചോദിക്കട്ടെ, ഇതൊക്കെ കേൾപ്പിച്ചത് നിങ്ങൾ തന്നെയല്ലേ? ചങ്ങാതിമാരെ, ഇനിയെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടി മൈലേജ് കിട്ടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. ആ വക്കീലിനൊന്ന് മാറ്റിക്കാളി. നിങ്ങളൊന്ന് മാറ്റിക്കാളി. അയാളെ മാറ്റിയാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി മൈലേജ് കിട്ടും. പക്ഷെ മുന്നോട്ട് കൂടുതൽ പോകാൻ കഴിയില്ല. എങ്ങനെയാ കേസ് ജയിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയും, എങ്ങനെയാ കേസ് നടത്തേണ്ടതെന്ന് ഞങ്ങൾക്കറിയും. KL 57 F 5017 H 5817. എന്തുവണ്ടിയാ? കാറ്. അതൊന്ന് മാറ്റിക്കൊടുക്കണം. എവിടെയുള്ള യുനാനി ഗ്രൗണ്ടിലുള്ള മുൻഭാഗത്തുള്ള ബസ്സും ജീപ്പും കാറും ബൈക്കും ഒക്കെ ഒന്നെടുത്ത് മാറ്റിക്കൊടുക്കണമെന്ന് സംഘാടകരെ അറിയിക്കണം. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയേണ്ടത് ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനം. ആദ്യത്തത് ഞാൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട അഹ്മദ് കോയ ഷാലിയാത്തി ഉസ്താദ് അവർകൾ മൗദൂദിക്കെതിരെടുത്ത സമീപനം, സമസ്തയുടെ ഇന്നത്തെ വൈസ് പ്രസിഡന്റ് എടുത്ത സമീപനം, കൂടത്തായിക്കാരനെടുത്ത സമീപനം, ഇന്നത്തെ സെക്രട്ടറിയുടെ കഥ, അതുപോലെ അവിടെ 85ാം വാർഷിക സമ്മേളനത്തിൽ കാണിച്ചത് എവിടെ ആദർശമുള്ളത്? രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, സമൂഹത്തിന് ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും ഒരു പുരോഗതി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ പ്രവർത്തനം നടത്താൻ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിനൊടക്ക് വെക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഈ സർക്കസ നാടകമാ ഞാൻ കാണിച്ചത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചത് 4 സംവിധായകർ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ കേൾക്കണം, ഒടുങ്ങാക്കാട്ടിലെ കേന്ദ്ര മദ്രസയിലും അതുപോലെ ബ്രാഞ്ച് മദ്രസയിലും പഠിക്കുന്ന കുട്ടികൾ അടക്കം രാജ്യത്തുടനീളം ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ പഠിക്കാൻ, ദീൻ
ദീനിനെ ആദരിക്കുന്ന, ഇൽമിന് വേണ്ടിയിട്ട് ജീവിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ മദ്രസയിൽ പോയി കുട്ടി പഠിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന സമയം ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് വിവിധ പേര് പറഞ്ഞുകൊണ്ട് പിഴിഞ്ഞുണ്ടാക്കുന്ന പൈസയാണ് ഈ കാണുന്ന വട്ടന്മാർക്ക് കൊടുക്കുന്നത്. ഇത് നിങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. നിങ്ങളുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് വിവിധ പേര് പറഞ്ഞ് കേളാരിയിലേക്ക് കൊണ്ടുപോകുന്ന പൈസയിൽ നിന്നാണ് 25 ലക്ഷം ഉറുപ്പിക ഇപ്പം നശിപ്പിച്ചത്. പോരാ, ഇനി ഇതിന്റെ മേലെ സ്റ്റേ വെക്കേറ്റ് ചെയ്യാൻ, അല്ല വീണ്ടും അതിന്റെ മേലെ കേസിന് പോകാൻ വേണ്ടി വന്ന 35 ലക്ഷം വകയിരുത്തിയിട്ടുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. ഇനിയും 35 ലക്ഷം, ടോട്ടൽ 60. കോട്ടുമല മൊയ്ലിയാരോടൊരു കാര്യം ചോദിക്കുകയാണ്, നിങ്ങളെന്തേ ആ പുതിയങ്ങാടി സംഭവത്തിന് പാഠം പഠിച്ചില്ലേ? കാന്തപുരസ്താദിന്റെ നിഴല് കണ്ട് ഇയാളവിടെ പേടിച്ചു പോയതാ. പുതിയങ്ങാടി വരക്കൽ മക്കാമിനോട് തൊട്ടിപ്പുറത്താണ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങളുടെ സഹോദരന്റെ വീടുള്ളത്. അവരുടെ തറവാട് അവിടെയുണ്ട്. കൂട്ടു സ്വത്താണ്. അതൊന്ന് വിറ്റിട്ട് എല്ലാരെയും ഓരോ വഴിക്കാക്കണം. കുറച്ച് കടമുണ്ട്, അതൊക്കെ ഒന്ന് വീടണം. വേറെ എവിടെയെങ്കിലും നല്ല പൊരയൊക്കെ വാങ്ങണം. ഇതൊക്കെ ആഗ്രഹിച്ച് മുഹമ്മദ് ബാഫഖി തങ്ങൾ, സയ്യിദ് മുഹമ്മദ് ബാഫഖി തങ്ങൾ ഇതിങ്ങനെ ആലോചിച്ച് കുറെ ദിവസമായി നടന്നു. അദ്ദേഹം തന്റെ വീടിനും പറമ്പിനും എല്ലാം കൂടെ കൂടിയിട്ട് അന്ന് 2.5 കോടി ഉറുപ്പ്യ കിട്ടിയാൽ വിൽക്കാം എന്ന് തീരുമാനിച്ചു. 2.5 കോടി ഉറുപ്പ്യ കിട്ടിയാൽ വിൽക്കാമെന്ന് തീരുമാനിക്കാം. തങ്ങളവർകള് ഒരു കാര്യം ചെയ്തു, ഈ 2.5 കോടി തരാൻ പറ്റിയ ഒരാളെ കിട്ടണ്ടേ. അവസാനം മൂപ്പര് മർക്കസിലേക്ക് കയറി AP ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ഈ സ്ഥലം ഉസ്താദിനെ കൊണ്ട് എടുപ്പിച്ചാൽ സന്തോഷമായി, എന്റെ പൈസയും കിട്ടും, നല്ലൊരു കയ്യിലേക്ക് ആ മുതലെത്തലുമായി, ഏതായാലും റാഹത്തായി എന്ന് ചിന്തിച്ച് തന്റെ തറവാട് സ്വത്ത് വരക്കൽ മഖാമിന്റെ നേരെ ഇപ്പുറത്തുള്ള സ്ഥലം അത് ബഹുമാനപ്പെട്ട ഉസ്താദിനോട് വാങ്ങാൻ വേണ്ടിയിട്ട് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കാമോ സുഹൃത്തുക്കളെ? മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, സുമ്മ അൽഹംദുലില്ലാഹ്. വളരെ നല്ല പ്രൗഢമായ ഒരു പ്രഭാഷണം. വിഘടിതരുടെ പൊയ്മുഖം വലിച്ചു കീറിക്കൊണ്ട് യാഥാർത്ഥ്യം വിശദീകരിച്ചുകൊണ്ട് പ്രവർത്തകർക്കിടയിൽ കാര്യങ്ങളെ വിശദീകരിക്കുന്ന വള്ളിയാട് മുഹമ്മദ് അലി സഖാഫിയുടെ തീപ്പൊരി പ്രഭാഷണം. അതിനു മുമ്പ് ബഹുമാനപ്പെട്ട സാബിത് സഖാഫി വാവാടിന്റെ അത്യുജ്വലമായ പ്രഭാഷണം. 2 പ്രഭാഷണങ്ങളും നമ്മൾ കേൾക്കുകയുണ്ടായി. ഓരോ വാക്കുകളും എത്ര പ്രൗഢമാണ്, അർത്ഥഗംഭീരമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. മനസ്സിലാക്കിയ ആളുകളാണ് എൻ്റെ മുമ്പിലുള്ളത്. ഇൻഷാ അല്ലാഹ് ലൈവ് കഴിഞ്ഞിട്ട് നമുക്ക് കാര്യങ്ങൾ വിശദീകരിക്കാം. ലൈവിന് വേണ്ടി മൈക്ക് കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട തങ്ങളുടെ സ്വത്ത് ഒരു 2.5 കോടി ഉറുപ്പ്യക്ക് എടുക്കാൻ പറ്റിയ ഒരാളെ തെരഞ്ഞിങ്ങനെ നടന്നപ്പോൾ AP ഉസ്താദിന്റെ അടുത്താണ് തങ്ങൾ ആദ്യം ചെല്ലുന്നത്. ഉസ്താദ് അവർകൾ അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്, വല്ലാതെ ആലോചിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഉസ്താദ് ചോദിച്ചു, തങ്ങളെ തൊട്ടപ്പുറത്ത് EK അബൂബക്കർ മുസ്ലിയാരുടെ മഖ്ബറയല്ലേ, തൊട്ടപ്പുറത്ത് വരക്കൽ മഖാമല്ലേ, അതിന്റെ നേരെ ഇപ്പുറത്തെ സ്ഥലം ഞാൻ വാങ്ങിയാൽ നാളെ നാട്ടിൽ അതുവഴി പ്രശ്നം ഉണ്ടാകില്ലേ, അല്ലെങ്കിൽ എന്നെ ചിലപ്പോ തെറ്റിദ്ധരിക്കൂലേ? അതുകൊണ്ട് വേണ്ട തങ്ങളെ, ഞാനത് വാങ്ങൂല. വാങ്ങില്ല, പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, വാങ്ങി തങ്ങളെ സഹായിക്കണ്ട എന്ന് വിചാരിച്ചത് കൊണ്ടല്ല. ഞാനൊരു
ചെയ്യുന്ന ഒരു പ്രവർത്തനം നാട്ടിലെ മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ അത് യാതൊരു വിധത്തിലുള്ള പ്രശ്നത്തിനും കാരണമാകാൻ പാടില്ല എന്ന് ചിന്തിച്ച് AP ഉസ്താദ് ചോദിച്ചു, തങ്ങളെ ഞാനത് വാങ്ങിയാൽ തൊട്ടപ്പുറത്ത് വേറെ സ്ഥാപനം, ഇപ്പുറത്തുള്ളത് ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ അതൊരു തെറ്റായ കീഴ്വഴക്കമല്ലേ? അത് തെറ്റല്ലല്ലോ, അല്ലെങ്കിൽ തെറ്റായി ആളുകൾ പറയില്ലേ? തങ്ങൾ വിടുന്ന മട്ടില്ല. അവസാനം AP ഉസ്താദിനോട് നിർബന്ധപൂർവം പറഞ്ഞു, നിങ്ങളല്ലാതെ വാങ്ങാൻ വേറെ ആരുമില്ല എന്ന് പറഞ്ഞു. ഉസ്താദിന് തങ്ങളുടെ വിഷമം മനസ്സിലായപ്പോ തങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് നല്ല വില കിട്ടിയല്ലേ വേണ്ടത് പറമ്പിന്? ആ, നല്ല വില കിട്ടണം, അത് ഞാൻ വാങ്ങിത്തരാം, ഞാൻ ആ വഴിക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരു ദിവസം വൈകുന്നേരം തങ്ങൾക്ക് കോള് AP ഉസ്താദിന്റെ, ഞാൻ അതിലെ വരുന്നുണ്ട്, എല്ലാവരോടും വിവരം പറയാൻ പറഞ്ഞു. തങ്ങളുടെ കുടുംബത്തില്, നാട്ടില്, പരിസരത്ത് ഉസ്താദ് വടക്കു ഭാഗത്തേക്ക് എങ്ങോട്ടോ പോകുന്ന സമയം തങ്ങളെ പൊരന്റെ മുമ്പിൽ വന്നു. അപ്പേക്ക് നാട്ടുകാർ മൊത്തം വന്നിട്ടുണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരുണ്ട്, അപ്പുറത്ത് മഖാമിന്റെ പരിസരത്തുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ വെള്ളം കുടിച്ച് ദുആ ചെയ്ത് പുറത്തേക്കിറങ്ങി പറമ്പിന്റെ 4 അതിരും ഒന്ന് നോക്കി, എല്ലാ ഭാഗവും ഒന്ന് നോക്കി, മുറ്റത്തിറങ്ങി റോട്ടിലിറങ്ങി ഒന്ന് നോക്കി, ഒന്നും പറഞ്ഞില്ല. ഉസ്താദ് വണ്ടി കയറി നേരെ അങ്ങോട്ട് പോയി. അന്ന് രാത്രി അത് വരുന്നു, കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ പ്രതിനിധി തങ്ങളുടെ അടുത്തേക്ക് കോട്ടുമല ബാപ്പു മുസ്ലിയാരുടെ പ്രതിനിധി വന്നിട്ട് ചോദിച്ചു, AP എന്തിനാ ഇന്ന് വന്നത്? തങ്ങൾ പറഞ്ഞു, എന്റെ പറമ്പ് വിൽക്കാൻ വെച്ചിട്ടുണ്ട്, അത് നോക്കാൻ വന്നതാ. കൊടുക്കാൻ ഉറപ്പിച്ചോ, കരാറായോ എന്ന് വെച്ചു. ഇല്ല, കരാറായിട്ടില്ല. വന്ന് നോക്കി, സംസാരിച്ചു, പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. മൂപ്പർക്ക് നിങ്ങൾ കൊടുക്കുവോ? അല്ല, വേറെ ആർക്കെങ്കിലും വേറെ മറ്റുള്ളവർക്കും കൊടുക്കുമോന്ന് വെച്ചു. തങ്ങൾ പറഞ്ഞു, ആര് പൈസ തന്നാലും ഞാൻ കൊടുക്കും, എനിക്ക് അങ്ങനെ എന്നാക്ക് കൊടുക്കണമെന്ന് കണ്ടീഷനൊന്നുമില്ല, ആർക്കാണെങ്കിലും ഞാൻ കൊടുക്കാം. എന്ത് വിലയാ നിങ്ങൾ ചോദിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ബാഫഖി തങ്ങൾക്ക് അപ്പ തൊള്ളേൽ വന്ന സംഖ്യ 5.5 കോടി എന്നാണ്. 2.5 കോടി കിട്ടിയാൽ എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിവാക്കാമെന്ന് വിചാരിച്ച പറമ്പിന് തങ്ങളുടെ നാവിൽ നിന്ന് അള്ളാഹ് അപ്പൊ പറയിപ്പിച്ചത് 5.5 കോടി എന്നാണ്. 5.5 കോടി കിട്ടിയാൽ തരാം, 5.5 കോടിയാണ് AP പറയുന്നത്, കാണുന്നത് എന്നാണ്. പിറ്റേന്ന് രാവിലെ അല്ലെങ്കിൽ അന്നു തന്നെ സ്ഥലത്തിന് ടോക്കൺ മണി കൊടുക്കുന്നു, എഗ്രിമെന്റ് എഴുതുന്നു. 20 ദിവസത്തിനുള്ളിൽ സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നു. തങ്ങളുടെ കയ്യിൽ കോടിക്കണക്കിന് ഉറുപ്പ്യ വരികയാണ്. പറമ്പ് 3 എണ്ണം വാങ്ങി, പൊര 3 എണ്ണം ഉണ്ടാക്കി, പെങ്ങന്മാർക്കുണ്ടാക്കി, തങ്ങൾക്കുണ്ടാക്കി, അങ്ങനെ 3 പൊര, 3 പ്ലോട്ട് വാങ്ങി, കടമൊക്കെ വീടി, കുറച്ച് പൈസ നല്ലൊരു സംരംഭത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തു. എന്നിട്ടും പൈസ തീരാതെ വന്നപ്പോ 2014 സയ്യിദ് മുഹമ്മദ് ബാഫഖി തങ്ങൾ കുടുംബസമേതം 2 തവണ ഉംറക്ക് പോയി. എന്നിട്ടും പൈസ തീരുന്നില്ല. 2 തവണ ഉംറക്ക് പോയി, എന്നിട്ടും തീരുന്നില്ല. കോട്ടുമല മുസ്ലിയാർ AP ഉസ്താദിന്റെ നെഴല് കണ്ടപ്പോ പേടിച്ചു പോയിട്ട് സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ ഫണ്ടിൽ നിന്ന് 3 കോടിയാണ് ചരട് കെട്ടാൻ ചെലവാക്കിയതെങ്കിൽ ചോദിക്കട്ടെ സഹോദര, പാവപ്പെട്ട കുട്ടികളെ പിടിഞ്ഞുണ്ടാക്കുന്ന പൈസയല്ല ഇത്. ഇപ്പൊ വീണ്ടും കൊടുക്കുകയാണ്. 25 കൊടുത്തു, ഇനി 35 കൂടി ബാക്കി വെച്ചിട്ടുണ്ട്, ഇനി കൊടുക്കാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതിന്റെ പുറമെ ഇപ്പൊ